Hi dear friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ. ബ്രെഡും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിനി കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹാർട്ട് ഷേപ്പിലുള്ളൊരു കുക്കി കട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതുരത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തുകൊണ്ട് സൈഡൊന്നും പെട്ടിട്ടില്ല. സൈഡ് കളയണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് തേങ്ങ ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ടി വരും. അപ്പോൾ തേങ്ങ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വെക്കുകയാണ്. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്രെഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബ്രെഡിൻ്റെ മറ്റേ സൈഡ് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. തിരിച്ചിട്ട് കൊടുത്താലും അധികം താമസിയാതെ തന്നെ ഈ ഒരു ഭാഗവും പെട്ടെന്ന് ആ ഒരു കളറായി കിട്ടും. അപ്പോൾ 2 സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ബ്രെഡ് ഇരിക്കുന്നത്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ ബ്രെഡ് ഇരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഷുഗറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഷുഗർ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്ത് മാറ്റുകയും വേണം. അല്ലെങ്കിൽ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകും. ഇനി ഞാൻ നമ്മുടെ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഈ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല തരിയായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത ബ്രെഡ് തേങ്ങയിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡും തേങ്ങയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നല്ല എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.